മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച മരിയ ഭക്തിയിൽ വളർന്ന് സന്യാസ ദൈവവിളി സ്വീകരിച്ച സിസ്റ്റർ മാർസലസും സഹോദരിയും തങ്ങളുടെ സന്യാസ ജീവിതത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുന്നതും മരിയ ഭക്തിയിലൂടെയാണ്. ജപമാലയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും ദൈവാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ സിസ്റ്റർ മാർസലസ് പല ഉന്നത ഡിഗ്രികളും അവാർഡുകളും നേടിയെടുത്തു. ദൈവത്തിൻ്റെ അംഗീകാരം മനുഷ്യകരങ്ങളിലൂടെ കരഗതമായപ്പോഴും ദൈവവിളിയുടെ പരമലക്ഷ്യമായ വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിലാണ് സിസ്റ്റർ മാർസലസ്. പഠന മേഖലയിലും ശുശ്രൂഷാ ജീവിതത്തിലും ലഭിച്ച ദൈവാനുഭവങ്ങൾ ഒരു സന്യാസിനി കൂടിയായ ഡോക്ടറിൽ നിന്നും നമുക്ക് സ്വന്തമാക്കാം. സിസ്റ്ററിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലെ കൂടുതൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. മഠത്തിൽ ചേർന്ന ശേഷം ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ പോയത്? അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കുക എന്നാത്തിന് പോകണ്ടേ. അപ്പോൾ എനിക്കറിയത്തില്ല പഠിക്കാനാണോ എന്ന് ചോദിച്ചു. പഠിക്കാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡ്രോയിങ്ങിന് വേണം. വരയ്ക്കാനായിരുന്നു ഇഷ്ടം. വരയ്ക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഈശോയുടെ പടമൊക്കെ ഇങ്ങനെ ടീപ്പോയിലെ വീട്ടിൽ വെച്ച് വരയ്ക്കുമായിരുന്നേ. അപ്പോൾ എനിക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്. എന്നെ ഡ്രോയിങ്ങിന് വിടാൻ. അന്നേരം അപ്പോൾ എനിക്ക് ഇത്രയും നല്ല മാർക്കില്ല. ആ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളതുകൊണ്ട് എന്നെ BCM കോളേജിൽ പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ പഠിപ്പിക്കാൻ പോയി. അന്നേരമൊക്കെ ഈ തറയിൽ ബിഷപ്പ് ആയിരുന്നു ഞങ്ങളുടെ ബിഷപ്പ്. ആ ബിഷപ്പ് വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്റർ ഇങ്ങനെ മെഡിസിന് പോകണമെന്ന്. അപ്പോൾ അന്നേരം ഏതായാലും പറ്റിയ ആളെ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബാച്ച് വന്നപ്പോഴാണ് എൻ്റെ സമയത്ത് വന്നപ്പോഴാണ് അത് ഒത്തത്. എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ MBBS കിട്ടി. അപ്പോൾ ഞങ്ങളുടെ മഠത്തിൽ തന്നെ താമസിച്ചുകൊണ്ട് 5 വർഷവും പഠിച്ചു. കൂട്ടക്രമങ്ങളിലെല്ലാം കൂടി പ്രാർത്ഥനയിലൊന്നും വിടാതെ എല്ലാം ദൈവകൃപയാൽ എല്ലായിടത്തും പാസ്സായി. നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടൊന്നും തന്നെയുള്ളപ്പം. പക്ഷേ മറ്റുള്ളവർ ഹോസ്റ്റലിലൊക്കെ കാണുന്ന ഭയങ്കരം പഠിത്തമൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം. പക്ഷേ എങ്കിലും സഹായിക്കുന്ന നമ്മുടെ കൂട്ടുകാരുണ്ട്. മേരി P. ജോസ് എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരാണ്. അപ്പോൾ അവളൊക്കെ എന്നെ സഹായിക്കും. അവിടെ കേൾക്കുന്നതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞൊക്കെ തരും. അങ്ങനെ അവിടുന്ന് പാസ്സായി കഴിഞ്ഞ് ഞാൻ കാരിതാസ് ഹോസ്പിറ്റലിൽ 2 വർഷം വർക്ക് ചെയ്തു. അവിടുന്ന് പിന്നെ 2 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു സങ്കടം പോലെ തോന്നി. ഞാനിങ്ങനെ ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്താൽ മതിയോ, ഒരു സ്പെഷ്യലിസ്റ്റ് ആകണ്ടേ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി. ആദ്യമൊക്കെ ഞാൻ പറയാൻ എനിക്ക് MBBS മതി, ഒന്ന് പാസ്സാക്കി തന്നാൽ മതി. ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. തിരുവചനം പറയുന്നു, ഉള്ളവന് വീണ്ടും നൽകപ്പെടും. സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഇത് തികച്ചും അന്വർത്ഥമാണ്. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്നും കൃപയ്ക്ക് മേൽ കൃപയും സമൂഹത്തിൻ്റെ കയ്യിൽ നിന്നും അവാർഡുകൾക്ക് മേൽ അവാർഡുകളും സ്വീകരിച്ചിട്ടുണ്ടല്ലോ. ഈ അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാമോ? എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം കാരിത്താസ് മഠത്തിലെ ചാപ്പലിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് എവിടെയെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു കുഞ്ഞു ഡിഗ്രി തന്നാൽ മതി, ഞാനൊരു സ്പെഷ്യലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞ് ഞാനിരുന്ന് കരഞ്ഞു. ലിറ്ററലി ഐ വാസ് ക്രൈ. ആരുമില്ല, ഞാൻ തന്നെയുള്ള കർത്താവുള്ളൂ. കരഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഞാനൊരു ശബ്ദം കേൾക്കുക, ഈ ലോകത്തിലെ യൂണിവേഴ്സിറ്റി അല്ല എൻ്റേതാണ്, എത്ര ഡിഗ്രി വേണം നിനക്ക്, ഇങ്ങനെ കേൾക്കുക വിശുദ്ധ കുർബാനയുടെ അവിടുന്ന്. ഞാൻ ഓർത്തത് എൻ്റെ മനസ്സ് തന്നെ പറയുന്നതായിരിക്കും എന്നോർത്തുകൊണ്ട് ഞാനിങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് ഞങ്ങളുടെ ബിഷപ്പായിരുന്ന കുന്നശ്ശേരി പിതാവ് അപ്പം കാരിത്താസിൽ വന്നു. പിറ്റേ ദിവസം പിതാവ് വന്നിട്ട് എന്നെ വിളിപ്പിച്ചു. ഇങ്ങനെ അങ്ങ് നടന്നുവെച്ചാൽ മതിയോ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും എടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആര് തരാനാ, എവിടെ കിട്ടാനാ എന്ന് പറഞ്ഞു ഞാൻ. അന്നേരം പിന്നെ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു സിസ്റ്റർ അയർലൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്, ആ സിസ്റ്ററിനെ കൊണ്ട് കൊടുക്കും, ആ സിസ്റ്ററിനോട് പറ DGOയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ഓർത്ത്, ദൈവമേ ഞാനെങ്ങനെ ഇത് പറയുന്നത്, കാരണം അയർലൻഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ, അവിടെ പൗണ്ടോ ഇതൊന്നും നമുക്കില്ലല്ലോ. ഈ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ അങ്ങോട്ടെങ്കിലും പോയിട്ടില്ലാത്ത സമയമായിരുന്നു അന്നേരം ഇനി എങ്ങനെ അവിടെ പഠിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വേവലാതി. പിന്നെ ഞാൻ അനുസരണ പ്രതി പിന്നെ
മദർ ജനറലിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു പിറ്റേ ദിവസം ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ. അന്നേരം മദർ ജനറൽ പറഞ്ഞു, അയർലൻഡോ, അതിപ്പോൾ എങ്ങനെയാ, പൈസയൊക്കെ വേണമല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങ് പോന്നു. സർട്ടിഫിക്കറ്റും കൂടി ഞാൻ തിരിച്ചു. ദൂരെ വിടണം, മറ്റൊരു രാജ്യമാണ്, സാമ്പത്തിക അല്ല ബുദ്ധിമുട്ട് തന്നെ പോകണം. അന്നത്തെ കാലത്ത് ഞങ്ങളുടെ പുറത്ത് ആരും ഇല്ല. അപ്പോൾ ഞാനിതാകത്താൻ്റെ ദാസിന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, സിസ്റ്ററിൻ്റെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ആ സിസ്റ്ററിനെ കൊണ്ട് കൊടുക്ക്, ആ സിസ്റ്റർ പോകുമ്പോൾ അത് അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവിടെ അയർലൻഡ് അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ സിസ്റ്ററിനെ കൊടുത്തു വിട്ടു. പിന്നെ ഞാനൊക്കെ അതേ വിട്ടു, തമിഴാനെ വരങ്ങളിൽ ഏൽപ്പിച്ചു. ദാറ്റ്സ് ഇറ്റ്. കൃത്യം എനിക്ക് ആദ്യത്തെ പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോഴേ കിട്ടി, അയർലൻഡിൽ കിട്ടി. അപ്പോൾ ഇത് കിട്ടിയെന്നുള്ളത് വന്നപ്പോൾ വീണ്ടും അത് വെച്ച് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൊണ്ട് വെച്ച് പറഞ്ഞു, കർത്താവ് ഇതെങ്ങനെ സംഭവിക്കും, അവിടെ പോയി പഠിക്കുന്നത് എങ്ങനെ, കിട്ടിക്കഴിഞ്ഞപ്പോൾ സാധിക്കും. അന്നേരം എന്തേ ബിഷപ്പ് വിളിച്ചിരിക്കുന്നത്. ബിഷപ്പ് പറഞ്ഞു, വെട്ടുകല്ലയിൽ മത്തായിച്ച് എന്ന് പറഞ്ഞ ഒരു അച്ഛന് അന്ന് ജർമ്മനിയിലുണ്ട് ഞങ്ങളുടെ ഡയസിസിൽ. അപ്പം പിതാവ് എല്ലാം ഇങ്ങേരോടാണ് പറയുന്നത്. അപ്പോൾ പിതാവ് രൂപയുടെ കാര്യം ഈ പുള്ളിയെ ഈ അച്ഛനോട് പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പിതാവ് പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് തന്നോളാം, ഫീസും തന്നോളാം, പേടിക്കണ്ടെന്ന് പറഞ്ഞു. കൃത്യത്തിന് വെട്ടുകല്ലേ മത്തായിച്ചിന് ആ ദിവസങ്ങളിൽ വരിക. ഇതാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയും പരിപാടിയും. അയർലൻഡിൽ പോയപ്പോൾ വീണ്ടും വേറെ അത്ഭുതം നടന്നു, വിശുദ്ധ കുർബാനയുടെ അത്ഭുതം. അത് ദിവ്യകാരുണ്യ ഭക്തിയുടെ ഇതാണ് എൻ്റെ ബേസ്. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെന്ന് 2 മാസം കഴിയുമ്പോൾ എനിക്ക് മഞ്ഞപ്പിത്തം വന്നു. അപ്പോൾ അവർ ഈ ആംബുലൻസിനെ കൊണ്ടുപോയി 2-3 ആഴ്ചത്തേക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ഐസൊലേറ്റ് കിടന്നു. അവർക്കറിയത്തില്ല, അയർലൻഡിൽ മഞ്ഞപ്പിത്തമേ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ ഞാനാണ് ഇത് കണ്ടുപിടിച്ചതിന്. എന്നിട്ട് പിന്നെ അവർ നല്ല ഭക്ഷണമൊക്കെ തന്നു, TV-യും കണ്ടു കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങിയത് തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന് ശേഷം. ഈ മഞ്ഞപ്പിത്തം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പഠിച്ച് വരണ കയറി അവരെല്ലാം മിടുക്കരായിട്ടിരിക്കുക, ഒത്തിരി പഠിച്ചു. അപ്പം ഞാൻ വായിച്ചിട്ടേ ഇല്ല. പിന്നെ ഇവർ വായിക്കുന്ന കേട്ട് ഞാൻ പഠിക്കും. എനിക്ക് പേടിയാണ്, എങ്ങാനും മഞ്ഞപ്പിത്തം കടുത്തു പോയാലേ വീണ്ടും അയർലൻഡിൽ നിന്നന്ന് തിരിച്ചതുപോലെ പോരേണ്ട വരും, കോഫിനകത്ത് പോരണ്ടേ. അത് കാരണം ഞാൻ ഓർത്ത് ലെസ് ട്രെയിൻ, എന്നിട്ട് പിന്നെ കിട്ടുന്നത് മതി, കിട്ടുന്ന മാർക്ക് മതി എന്ന് ഓർത്തുകൊണ്ട് ഇരിക്കും. 3 ആഴ്ച. അത് കഴിഞ്ഞേച്ച് പിന്നെ പരീക്ഷ വന്നപ്പോൾ ഇവർ പറഞ്ഞു കേട്ടൊക്കെ പിന്നെ ഇച്ചിരിയൊക്കെ വായിക്കാൻ തുടങ്ങി, വായിച്ചെല്ലാം പഠിച്ചേച്ച് ഞാൻ ഇന്നും പോയി വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ആരാധിക്കും. അവിടെ തൊട്ടടുത്ത് റൊട്ടുണ്ട ഹോസ്പിറ്റലിലാണ്, അതിൻ്റെ തൊട്ടടുത്ത് വലിയ നിത്യാരാധന ചാപ്പലുണ്ട്. അവിടെ എല്ലാ ദിവസവും പോയി ആരാധിക്കും ഞാൻ. എന്നിട്ട് 1 മണിക്കൂർ ആരാധിക്കും. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ ആ ദിവസവും ഞാൻ ആ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ആരാധിക്കും. അതായത് അപ്പോൾ കുറേ സമയമുണ്ടല്ലോ, കുറേ നേരം ഇരുന്നു, കുറേ കരഞ്ഞു, കർത്താവിനോട് എല്ലാം പറഞ്ഞു. ഞാൻ പിന്നെ ഒരു കന്യാസ്ത്രീയല്ലേ, തോറ്റുപോയ മോശമല്ലേ, അതുകൊണ്ട് നീ എന്നെ ഒന്ന് ജയിപ്പിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അന്നേരം വീണ്ടും ശബ്ദം, നിനക്കെന്നെ ഫസ്റ്റ് തരാൻ എനിക്ക് പറ്റില്ലേ? ചോദ്യം. ഇത് എൻ്റെ സ്വാർത്ഥത, ഇതെൻ്റെ അഹങ്കാരം എന്നും പറഞ്ഞ് ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചു ഞാൻ ഇറങ്ങി പോന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ റൊട്ടുണ്ട ഹോസ്പിറ്റലിൽ പടി ഇറങ്ങി ഒരു ഇന്ത്യക്കാരി ഇറങ്ങി വരിക. അവളാണ് ഫസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ ഞാനോർത്ത് ഞാൻ തോറ്റുപോയി, അതുകൊണ്ട് അവൾ കരയുന്നത്. അപ്പോൾ അവൾ പറഞ്ഞ് എനിക്ക് 3rd ഉള്ളൂ, അവൾക്ക് 3rd ഉള്ളൂ. മാഴ്സു എന്നെ വിളിക്കുന്ന മാഴ്സുവിന് ഫസ്റ്റ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, എനിക്ക് ഫസ്റ്റോ. അപ്പോൾ ഇത് ദിവ്യകാരുണ്യത്തിന് പറഞ്ഞാൽ ശരിയോ? അവരൊക്കെ പഠിച്ചു വിജയിച്ചു, സിസ്റ്റർ ആരാധിച്ചു വിജയിച്ചു അല്ലേ? സിസ്റ്ററിൻ്റെ ബാച്ചുകാരിയും ഈ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററുമായ സിസ്റ്റർ ഡേവിഡിൻ്റെ സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കൊന്ന് കാണാം. ഞാനും ഡോക്ടർ സിസ്റ്റർ മാർസെല്ലൂസും കൂടി ഒന്നിച്ച് കോൺവെൻറ്റിൽ വന്നു. 2 വർഷത്തെ ഫോർമേഷന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഉടുപ്പിട്ടു. പിന്നെ 2 വർഷം ഒന്നിച്ച് +2 പഠിച്ചു. അങ്ങനെ 4 വർഷത്തെ സിസ്റ്ററുമായിട്ടുള്ള നല്ല പരിചയമുണ്ട്. അപ്പോൾ സിസ്റ്ററിൽ എനിക്ക് കാണാൻ സാധിച്ചത് സിസ്റ്ററിൻ്റെ ആ പ്രാർത്ഥനയിലുള്ള തീഷ്ണതയാണ്. ഞങ്ങളും കോൺവെൻറ്റിൽ ചേർന്നു പ്രാർത്ഥിക്കാൻ വന്നവർ തന്നെയാണ്. എങ്കിൽ തന്നെയും
സിസ്റ്ററിൽ അതൊരു വളരെ കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതിനുശേഷം സിസ്റ്റർ BSc പഠിച്ചു. പഠിക്കാൻ നല്ല ക്ലവർ ആയതുകൊണ്ട് അന്ന് മുതൽ ഈ കൊച്ചിക്കുന്ന് ആശുപത്രി ഉള്ളതാണ്. 1956 സ്ഥാപിച്ചതാണ് മറ്റത്തിലച്ഛൻ. അപ്പം സിസ്റ്ററിന് ഇവിടെ ഒരു ഡോക്ടർ സിസ്റ്ററിനെ ആവശ്യമുള്ളതുകൊണ്ട് സിസ്റ്റർ പഠിക്കാൻ മിടുക്കിയായതുകൊണ്ടും സിസ്റ്ററിനെ പഠിക്കാൻ MBBS പഠിക്കുന്നതിനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെയാണെങ്കിലും ആദ്യത്തെ ഒരു സിസ്റ്ററാണ് MBBS പഠിക്കുന്ന ആളാണ് സിസ്റ്റർ മാർസെല്ലൂസ്. MBBS കഴിഞ്ഞതിന് ശേഷം സിസ്റ്ററിനെ അയർലൻഡിൽ ഹയർ സ്റ്റഡീസിന് വിട്ടു. അതായത് ഗൈനക്കോളജി ആൻഡ് പീഡിയാട്രിക്സ് പഠിക്കാൻ. അതും പഠിച്ച് സിസ്റ്റർ ഇവിടെ തിരിച്ചു വന്നു. എങ്കിലും ആ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിലുള്ള തീഷ്ണത കുറഞ്ഞു പോകുന്നതിന് പകരം ഒന്നുകൂടി അത് വർദ്ധിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ. വീണ്ടും സിസ്റ്റർ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് 20 വർഷത്തോളമായി ജോലി ചെയ്യുന്നു ഇവിടെ. ആ പ്രാർത്ഥനയിലുള്ള തീഷ്ണത കൂടിക്കൂടി വരുന്നതല്ലാതെ ഒരല്പം പോലും സിസ്റ്ററിന് കുറഞ്ഞിട്ടില്ല. ആ സിസ്റ്ററിൻ്റെ പ്രാർത്ഥനയിലുള്ള ആ വിശ്വാസമാണ് രോഗികളെ സിസ്റ്ററിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ രോഗികളിൽ നിന്നും തന്നെ ഞാനൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കും, ഇവിടെ വരുന്ന രോഗികൾ പലരും പറയാറുണ്ട്, ഈ ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ തന്നെ എന്തോ ഒരു ശക്തി ഞങ്ങളെ ആകർഷിക്കുന്നു എന്ന്. അപ്പോൾ അത് ഒരു പ്രാർത്ഥനയിലുള്ള സിസ്റ്റർ നന്നായി പ്രാർത്ഥിക്കും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ആൾക്കാരെ അല്ലെങ്കിൽ രോഗികളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് സാധിക്കും. ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിലും പ്രാർത്ഥന തന്നെയായിരുന്നു ഈ ഡോക്ടർ അമ്മയുടെ ശക്തി കേന്ദ്രം. തൻ്റെ അടുക്കൽ വരുന്ന രോഗികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ജീവിതങ്ങൾക്ക് ആശ്വാസം പകരപ്പെടുകയാണിവിടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്കുള്ള കൗൺസിലിങ്ങും പ്രാർത്ഥനയും വഴി ധാരാളം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവ പൈതലിന് ജന്മം കൊടുക്കുന്ന വിശിഷ്ട വ്യക്തികളായി ഗർഭിണികളെ കണ്ട് അവരെ ശുശ്രൂഷിക്കുവാൻ കാരണമാകുന്നതിലൂടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം പ്രദാനം ചെയ്യാൻ സിസ്റ്റർ മാർസലസിന് കഴിയുന്നുവെന്നത് ഏറെ പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ പ്രതീക്ഷകളോടെ കടന്നുവരുന്ന ഒട്ടനവധി പേർ ഈ പ്രാർത്ഥനയും ചികിത്സയും സ്വീകരിക്കുവാൻ കാത്തിരിക്കുന്നവരാണ്. എൻ്റെ പേര് ഡയന പ്രകാശ്. ഞങ്ങൾ കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 10 വർഷത്തിലേറെ മക്കളില്ലാത്ത അവസ്ഥയായിരുന്നു. അടുപ്പിച്ച് 2 അബോർഷനുമായിട്ടുണ്ട്. 1 വർഷത്തോളം ഞങ്ങൾ നാട്ടിൽ തന്നെ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് പോയി. പക്ഷേ അത് സക്സസ് ആയില്ല. അതിനുശേഷം ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഒന്നും പോയില്ല. കണ്ടിന്യൂസ് ആയിട്ടൊരു 8 years 9 years ഞങ്ങൾ പോകാതെ തന്നെ ഇരുന്നു. അങ്ങനെ സിസ്റ്ററിനെ കുറിച്ച് അറിയാൻ ഇടയാവുകയും ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ വരികയും ചെയ്തു. സിസ്റ്ററിനെ കണ്ടു, കൺസൾട്ട് ചെയ്തു. അന്നേരം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്ററിനോട് പറഞ്ഞു, ചെറിയ ഹോർമോൺ കൂടുതലാണ്. അപ്പോൾ അത് സിസ്റ്ററിന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി. സിസ്റ്റർ ഒരു ചെറിയ ലീഫ്ലെറ്റ്, സിസ്റ്ററിൻ്റേതായ ഒരു പ്രയറിൻ്റെ ഒരു ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് വെച്ച് പ്രാർത്ഥിക്കുക. വലിയ കൂടി ടെസ്റ്റുകളൊന്നും എനിക്കിവിടെ ചെയ്തിട്ടില്ല, സ്കാനിങ് മാത്രമേ ചെയ്തോളൂ. പിന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. 1 മാസത്തെ മരുന്ന് ഞങ്ങൾ കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റായി. 1 മാസം കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് അറിയാനിടയായി. ഇരട്ട കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാനുള്ള ഭാഗ്യം തന്നു. സിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പ്രാർത്ഥിക്കുന്ന ഒരമ്മ. കൺസൾട്ടിങ്ങിന് അത് റൗണ്ട്സിന് വന്നാലും സിസ്റ്ററിൻ്റെ കൈവെപ്പ് എൻ്റെ മക്കൾക്ക് കിട്ടാനുള്ള ഭാഗ്യം, എപ്പോഴും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ, ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യപ്പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പ്രാർത്ഥനാ നിർഭര അന്തരീക്ഷം നിറഞ്ഞൊരു ആശുപത്രിയാണ്. എപ്പോഴും വെള്ളിയാഴ്ചകളിൽ ഞങ്ങൾക്ക് ഇവിടെ ചാപ്പലിൽ വചനം, ഒരു ചെറിയ വചന പ്രഘോഷണമുണ്ട്, ആരാധനയുണ്ട്. അതിലൊക്കെ സാധിക്കുമ്പോഴൊക്കെ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പ്രസവം കഴിയുന്നതുവരെ ഇവിടെ തന്നെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുവാണ്. അയർലൻഡിൽ ചെന്നതിന് ശേഷം ആദ്യം എടുത്ത ഡിഗ്രി ഏതാണ്? DGO, ഡിപ്ലോമ ഇൻ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്ററ്റിക്സ്. പിന്നെ അവിടെ റോട്ടണ്ട ഹോസ്പിറ്റലിൽ വേറൊരു ഡിഗ്രിയും കൂടെ ഉണ്ട്. അത് അതിൻ്റെ സ്പെഷ്യൽ പരീക്ഷ എഴുതിയാൽ മതി. അത് LM എന്ന് പറയും, ലൈസൻഷിയേറ്റ് ഇൻ മിഡ്വൈഫറി. അപ്പോൾ അതും കിട്ടി. അപ്പോൾ DGO LM ആണ് അയർലൻഡിൽ നിന്ന് ആദ്യം കിട്ടുന്നത്. അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം MRCOG തീരുമാനിച്ചു കഴിഞ്ഞപ്പം അതിനു വേണ്ടി റിക്വയർമെൻ്റ് ആയിട്ട് എനിക്ക് പീഡിയാട്രിക്സിൽ പിള്ളേരുടെ വിഭാഗത്തിൽ ജോലി ചെയ്യേണ്ടി വന്നു. അങ്ങനെ വിഭാഗം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
എനിക്ക് അതിന് എലിജിബിലിറ്റി ആയി DCH-ന്, ഡിപ്ലോമ ഇൻ ചൈൽഡ് ഹെൽത്തിന്, UCD കോളേജിൻ്റെ. അപ്പോൾ അതും എടുത്തു, ആ പരീക്ഷയും പാസ്സായി. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ വേറൊരു അയർലൻഡിലെ ഒരു ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഇൻ ഓബ്സ്റ്റട്രിക്സ്. അപ്പോൾ അതും കിട്ടി. പിന്നെയാണ് MRCOG, മെമ്പർ ഓഫ് ദി റോയൽ കോളേജ് ഓഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഒബ്സ്റ്റട്രീഷ്യൻ. അപ്പോൾ അതെടുത്തു. അതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോരുന്ന വഴിക്ക് അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഓർത്തു, ദൈവമേ, നീ എന്ന് കാരിത്താസിലെ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്നോട് പറഞ്ഞതല്ലേ എത്ര ഡിഗ്രി വേണം നിനക്ക്, യൂണിവേഴ്സിറ്റി അല്ല എൻ്റേതാണ്, അത് സത്യമാക്കി തന്നല്ലോ നീ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആനന്ദ നിർവൃതിയായിരുന്നു ഇതെല്ലാം കിട്ടുമ്പം. അത് ഡിഗ്രി കിട്ടുന്നതിനേക്കാളും അതിൻ്റെ പിൻപിലുള്ള ദൈവത്തിൻ്റെ പരിപാലന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്നേഹം ഞാൻ അനുഭവിച്ചറിയുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ അയർലൻഡിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരുന്ന ഒരു വാചകമുണ്ട്, ലിറ്റിൽ ലൂർദിനെ ലൂർദാക്കി മാറ്റണം. അങ്ങനെ എന്തോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അലയടിയായിരുന്നത്, ലിറ്റിൽ ലൂർദിനെ ലൂർദാക്കി മാറ്റണം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്ന കാരണം എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അവിടെ ഒന്ന് തങ്ങണമെന്നോ അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ തിരിച്ചു പോരുന്ന വഴി എനിക്കൊരു ഭാഗ്യമുണ്ടായി, റോമിൽ പോയി. റോമിൽ എൻ്റെ കസിനുണ്ട് ഫ്ലോറ എനിക്ക് വേണ്ടി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധൻ എൻ്റെ അടുത്ത് ഒരു പ്രൈവറ്റ് ഓഡിയൻസ് മേടിച്ചു തന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം. എന്നിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ പിതാവ് ഞങ്ങളെല്ലാം നിരത്തി നിർത്തിവെച്ച് ഞങ്ങളെല്ലാം വന്ന് ആശീർവദിച്ചിട്ട് ഞങ്ങൾക്ക് ഓരോ ജപമാല തന്നു. അപ്പോൾ ജപമാല തരുന്ന വഴിക്ക് ഞാൻ പരിശുദ്ധാനോട് പറഞ്ഞു, I am going to be a gynecologist in India. So please bless my hands. So പുള്ളി അന്നേരം എൻ്റെ കൈ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഓ ഗിനക്കോളജിസ്റ്റ്. അന്നേരം എനിക്കുണ്ടായ നിർവൃതി ഭയങ്കരമായിരുന്നു. ആ ഒരാശീർവാദം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ കഴിഞ്ഞ 22 വർഷത്തെ ഈ കൊച്ചിലൂർദിലുള്ള ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് കിട്ടിയ നേട്ടമെല്ലാം ആ ഒരു ബ്ലെസ്സിങ് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിസ്റ്റർ ഡേവിഡിൻ്റെ സിസ്റ്ററിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമുക്കൊന്ന് കാണാം. ഈ ഹോസ്പിറ്റൽ സ്ഥാപിച്ചിരിക്കുന്നത് ലൂർദ് മാതാവിൻ്റെ നാമത്തിലാണ്. അപ്പോൾ അത് വെച്ച് സിസ്റ്റർ പറയും, നമ്മുടെ ഹോസ്പിറ്റല് നമുക്കൊരു ലൂർദാക്കി മാറ്റണം. അതാണ് സിസ്റ്ററിൻ്റെ സ്വപ്നം. അതെല്ലാവരോടും സിസ്റ്റർ പറയുകയും ചെയ്യും. അപ്പം അതിനുവേണ്ടി കൊന്തകളിങ്ങനെ സിസ്റ്റർ ചെല്ലും, നമ്മളോട് പറയും. അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റൽ ഒരു ആധ്യാത്മികതയിൽ ആണ്. അതാണ് ആൾക്കാർ പറയാറുണ്ട്, ഇങ്ങോട്ട് കയറുമ്പോൾ എന്തോ ഒരു ശക്തി ഞങ്ങളെ ആകർഷിക്കുന്നു. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് എല്ലാ ദിവസവും, ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന രാവിലെ 8 മണിക്ക് എഴുന്നള്ളിച്ച് വെച്ചാൽ വൈകുന്നേരം 6 മണി വരെയാണ്. അതോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച വചനപ്രഘോഷണം. അപ്പം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ 2 കാര്യങ്ങളൊന്ന് മാറ്റിവെക്കുന്ന കാര്യം പറയുമ്പോൾ സിസ്റ്റർ ശക്തിയുക്തമായിട്ട് പറയാറുണ്ട്, ഇല്ല, അതൊരിക്കലും മാറ്റാൻ പാടില്ല. വിശുദ്ധ കുർബാന എല്ലാ ദിവസവും എഴുന്നള്ളിച്ച് വെക്കണം. അതുപോലെ വചനപ്രഘോഷണവും എല്ലാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നടത്തണം. കാരണം സിസ്റ്റർ പറയും, നമ്മളാരും സൗഖ്യം കൊടുക്കുന്നവരല്ല, നമ്മൾ വെറും ഉപകരണങ്ങളെ ആകുന്നുള്ളൂ. ഡോക്ടേഴ്സും അല്ല ശുശ്രൂഷകരും. യേശുവാണ് സൗഖ്യദായകൻ. അതോടൊപ്പം തന്നെ വചനം കേൾക്കുമ്പോൾ വചനവും അവരെ സൗഖ്യപ്പെടുത്തുന്നു. നമ്മൾ തിരുവചനത്തിൽ പറയാറുണ്ട്, മരുന്നോ ലേപനോ ഔഷധമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നതെന്ന്. അപ്പോൾ ആ ഒരു തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ടും സിസ്റ്റർ അതിന് വളരെ നിർബന്ധം പിടിക്കുന്നു, അത് നടത്തിക്കൊണ്ടുവരുന്നു. അങ്ങനെ സിസ്റ്റർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, വിശേഷൻ സഭയുടെ ആദ്യത്തെ ഡോക്ടർ എന്ന നിലയിൽ, ഈ കൊച്ചുകുന്ന് ആശുപത്രിയുടെ ഒരു ചീഫ് ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ, ചീഫ് മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ സിസ്റ്റർ ഞങ്ങൾക്കെല്ലാവർക്കും ഒരു അസറ്റാണ് എന്ന് മാത്രം എനിക്ക് പറയാൻ സാധിക്കും. കൊച്ചുകുന്ന് ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ഈ കൊച്ചു ലൂർദിനെ മറ്റൊരു ലൂർദാക്കി മാറ്റാനുള്ള ആഗ്രഹമാണ് ലൂർദ് മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ നിഴലിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് രോഗി ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്നതിനു മുൻപ് മാതാവിന്റെ മുമ്പിലുള്ള പ്രാർത്ഥന
സിസ്റ്റർ പതിവാക്കിയിരിക്കുന്നു. വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ കർത്താവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടു വളരുവാൻ കഴിയുന്നതിലൂടെ തൻ്റെ വിളിയെ കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുവാനും സിസ്റ്ററിന് കഴിയുന്നു. പ്രത്യക്ഷമായ സുവിശേഷ വേലയും പരോക്ഷമായ സുവിശേഷ വേലയും അനുപൂരകങ്ങളാകുന്നിടത്താണ് വിശ്വാസികളുടെ എണ്ണവും തീക്ഷ്ണതയും വർദ്ധിക്കുന്നത്. സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഇതെത്രമാത്രം ഫലപ്രദമാകുന്നുണ്ടെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഈ ലിറ്റിൽ ലൂർദ് ഹോസ്പിറ്റലിൽ ഞാൻ 1991 ഏപ്രിൽ 16 ജോയിൻ ചെയ്തു. അന്ന് ഇവിടെ വരുമ്പോൾ വെറും 5, 8, 10 കിടക്കുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എംറ്റി ആയിട്ട് കിടക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പം ഇത്രയും വലിയ ഹോസ്പിറ്റൽസിലെല്ലാം വർക്ക് ചെയ്തേച്ച് വളരെ ചെറിയ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഫിസിഷ്യൻ മാത്രമേ ഉള്ളൂ അന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നത്. അപ്പോൾ എന്നാലും എനിക്ക് ദുഃഖമില്ലായിരുന്നു. ഇത്രയും വർഷം 9 വർഷത്തിന് ശേഷം അവിടെ എല്ലാം ജീവിച്ചേച്ച് ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച് തന്നെ ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇതിനെ എങ്ങനെയും പൊക്കണം എന്നുള്ളൊരു വലിയൊരു ദാഹം ഉള്ളിലുണ്ട്. കർത്താവിനോട് പ്രാർത്ഥിക്കും. ദൗത്യമായിട്ട് മനസ്സിലങ്ങ് പരിശുദ്ധാത്മാവ് തരുക. അപ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരെയും ഞാൻ കാണും. അപ്പോൾ അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷെ ഞാൻ കുത്തിയിരുന്ന് ഇവരെ കൗൺസിലിംഗ് നടത്തും, ആശ്വാസം കൊടുക്കും. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എക്സ്ട്രാ ആയിട്ട് അവർക്ക് എന്നെ തന്നെ അവൈലബിൾ ആക്കിയപ്പോൾ ആളുകൾ കൂടാൻ തുടങ്ങി, വർദ്ധിച്ചു വരാൻ തുടങ്ങി. പക്ഷേ എങ്കിലും ഗൈനക്കോളജിയിൽ വലിയ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പേഷ്യൻസിനെ ആദ്യം കാണും, 9 മാസം വരെ കാണും. അന്നേരം അവസാനത്തെ ഒരു വിസിറ്റിൽ അവർ പറയും, സിസ്റ്ററെ ഇത് അങ്ങോട്ട് എഴുതരോ, കാരിത്താസിലേക്ക് പോയിക്കോട്ടെ, വലിയ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് എഴുതരോ. അപ്പം ഞാൻ ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ ആയിക്കൂടെ? അവിടെ ഞങ്ങൾക്ക് ഇന്നവരുണ്ട്, അല്ലെ കസിനുണ്ട്, മറ്റേ എന്തെങ്കിലും പറഞ്ഞവർ മുട്ടായി യുക്തി പറഞ്ഞ് കൊണ്ടുപോകുമ്പം എൻ്റെ ഉള്ളിലൊരു ഇടുത്തി പോലെ വീഴും. വലിയ വിഷമം തോന്നും എനിക്ക്. ഇത്രയും നമ്മൾ സ്നേഹിച്ച് വളർത്തിയെടുത്തേച്ച് പിന്നെ ഡെലിവറിക്ക് വേണ്ടി മാത്രം അങ്ങോട്ട് പോകുന്ന ആ ഒരു അനുഭവം എനിക്ക് വലിയൊരു വിഷമമുണ്ടായിരുന്നു. ആ വിഷമത്തിലാണ് ഞാൻ ഈ ഓടുന്നത്. അപ്പോൾ ഏകദേശം 1 വർഷം ഇങ്ങനെ അങ്ങ് ഓടി. അപ്പോഴാണ് ഭരണങ്ങാനത്തെ അസിസിയിലെ സുരേഷ് അച്ഛൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു, താൻ എത്ര മൈൽ സ്പീഡിലാണ് ഓടുന്നതെന്ന് ചോദിച്ചു തൻ്റെ വണ്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ പറയുന്നതിനാണ്. ഞാൻ പറഞ്ഞത് അച്ഛാ അങ്ങനെ ഓടാതെ നിവൃത്തിയില്ല. ഞാൻ അഡ്മിനിസ്ട്രേറ്ററാണ്, ഗൈനക്കോളജിസ്റ്റാണ്, പീഡിയാട്രീഷ്യനാണ്, മറ്റ് വിഭാഗം ഡോക്ടേഴ്സ് ഇല്ല. അതെല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാതെ പിന്നെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ എനിക്കത് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ പറഞ്ഞു, കന്യാസ്ത്രീയുടെ ആദ്യത്തെ കടമ പ്രാർത്ഥിക്കുക എന്നുള്ള, അതിനുശേഷമാണ് പ്രേക്ഷിത പ്രവർത്തനം. ശരി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛൻ പോയി. ഞാൻ പിറ്റേ ദിവസം ചെന്നപ്പം തിയേറ്ററിൽ ചെന്നപ്പം അനസ്തറ്റിസ്റ്റ് പറഞ്ഞു, ഒരാഴ്ചത്തേക്ക് സിസ്റ്ററെ ഞാൻ ലീവാണ്. പിന്നെ ഹെഡ് സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ ഒരാഴ്ച ഞാൻ മലബാറിന് പോവാം. അപ്പോൾ ഇത് രണ്ടും വന്നപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ എനിക്കൂടെ അങ്ങ് പോയി കഴിഞ്ഞു, ഇവർ രണ്ടുപേരും പോവാ. പിന്നെ ഇനി അധികം സർജറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, എന്നാൽ ഞാനും പോവാടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നതാണേലും ഞാൻ നല്ലപോലെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ലൂർദ് മാതാവിനെ പരമേൽപ്പിച്ചു. അമ്മയെ, അമ്മ കാത്തോണം, ഇത് അമ്മയുടെ ആശുപത്രിയാണ്, അമ്മ കാത്തോണം, ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞങ്ങ് പോയി. കൃത്യത്തിന് ഒരു DGO പഠിച്ച ഡോക്ടർ ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് ചോദിച്ചു ഇവിടെ ജോലി കിട്ടുമെന്ന്. അപ്പോൾ
അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഇവിടെ ജോയിൻ ചെയ്യും, ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോയിച്ചു വരട്ടെ, അന്നേരം എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ഇരിക്കാമെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരി അവിടെ ആക്കിയത് കൊണ്ട് എനിക്ക് പിന്നെ സമാധാനത്തോടെ പോയി ധ്യാനിക്കാൻ പറ്റി. അതെല്ലാം ഒരു ദൈവപരിപാലന, വലിയ പരിപാലനയാണ് അത്. അപ്പം ഞാൻ കംപ്ലീറ്റ് ആ ധ്യാനം എൻജോയ് ചെയ്തു. അന്നേരമാണ് അച്ഛൻ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ച എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 24 മണിക്കൂറുണ്ട്. ഓരോ മിനിറ്റിലും നമുക്ക് ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്താൽ പോരെ. പക്ഷേ ആ മിനിറ്റ് കളഞ്ഞു, പിന്നെ അടുത്ത മിനിറ്റിലേക്കുള്ളത് ചെയ്തു. അങ്ങനെ 24 മണിക്കൂറും ഞാനിങ്ങനെ ഓരോ മണിക്കൂറിലും ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് അത് കർത്താവിന് കൊടുക്കുവാണെങ്കിൽ പിന്നെ അടുത്ത മിനിറ്റല്ലേ എൻ്റെ കയ്യിലുള്ളൂ. പിന്നെ എനിക്കൊത്തിരി ബേർഡനൊന്നുമില്ലല്ലോ, അപ്പോൾ ക്ഷീണമൊന്നും വരത്തില്ല എന്ന് അങ്ങനെ ഒരു ഉൾക്കാഴ്ച കിട്ടി. അപ്പോൾ അങ്ങനെ ഉൾക്കാഴ്ച കിട്ടിയപ്പോൾ ഞാൻ തിരിച്ചു വന്നിങ്ങ് കയറുമ്പോഴത്തേക്ക് പൊടുപൊടുപൊടുപൊടുവെന്ന് ഡെലിവറി നടക്കുക. അന്ന് രാത്രി ഇവിടെ തന്നെ ഡെലിവറി ചെയ്യാൻ എല്ലാവരും സമ്മതിച്ചു? അല്ല, ഞാൻ ധ്യാനം കഴിഞ്ഞ് രാത്രി ഒരു 8 മണിയായപ്പോൾ ഇവിടെ എത്തി. 9 മണിയായപ്പോൾ ഇവിടെ ഒരു ഹോമിയോ ഡോക്ടർ ഡെലിവറി. അത് കഴിഞ്ഞ് വേറെ ആ നൈറ്റിൽ 3-4 ഡെലിവറി. ആ ഒരാഴ്ച ഒരു ഡെലിവറി നടന്നില്ല. അതാണ് വലിയ അത്ഭുതം എനിക്ക് തോന്നുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നെ ധ്യാനിപ്പിക്കുന്നത്. അങ്ങനെ വെച്ച് അപ്പോൾ എനിക്കൊന്നും കൂടെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടാൻ പറ്റി. അന്നേരം ദൈവത്തിൻ്റെ ഹിതപ്രകാരം അങ്ങ് പോയാൽ മതി, അല്ലാതെ അനുസരണയോടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്നും ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ഞാൻ OP-യിലോട്ട് ഞാൻ പോവാം. അതെ, നിനക്ക് വേണ്ടി ഞാൻ പോകുന്നു, നീ ചെയ്തോ, ഞാൻ ചെയ്തോ, ഞാൻ ഉപകരണം ആയിക്കോളാം, നീ ചെയ്തോ എന്ന് പറഞ്ഞ് ഈ ഡ്യൂട്ടി കഴിയുമ്പോഴാണ് എനിക്ക് ക്ഷീണമില്ല. കർത്താവിനെ സമർപ്പിച്ചു, അത് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ജോലിയിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അങ്ങ് പോകാൻ പറ്റി. ഈ ധ്യാനം കഴിഞ്ഞപ്പോഴേ ഒരു ദൈവാനുഭവമായി. ഇത്രയേറെ ദൈവാനുഭവങ്ങൾ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ച സിസ്റ്ററിന് എല്ലാ ശാലോം പ്രേക്ഷകരുടെയും പേരിൽ നന്ദി. കൂടുതൽ ദൈവാനുഭവങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.